അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ലീക്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പടത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു പ്ലോട്ടൊക്കെ മൊത്തം സ്റ്റോറിയുടെ തന്നെ ഒരു പ്ലോട്ട് എങ്ങനെയായിരിക്കും ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ഐ മീൻ ചില ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ആ സ്റ്റോറി എങ്ങനെയായിരിക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കനൊക്കെ വീണ്ടും റിട്ടേൺ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ ഒരു ജസ്റ്റിഫൈ ആയിട്ടുള്ള ഒരു പ്ലോട്ടിലേക്ക് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ചിലപ്പോൾ പടത്തിൽ നടക്കാൻ പോകുന്നതെന്നല്ല, ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പല മാർവൽ മൂവീസിൻ്റെയും പ്ലോട്ടിലേക്കൊക്കെ അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും നോക്കിക്കളയാം. ഒരു പക്ഷേ കഥ ഇങ്ങനെ തന്നെ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പോയിലർ അലേർട്ടും കൂടി പറഞ്ഞേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോവാം. ഓൾറെഡി ഒരുപാട് ലീക്സ് അനുസരിച്ചിട്ട് ഈ പടത്തിൻ്റെ ഓപ്പണിംഗ് സീൻ തന്നെ ഒരു വലിയ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ടൈമിന് ഓപ്പണിങ്ങിൽ തന്നെ എന്തോ കാര്യമായിട്ട് ഇവർ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ പ്ലോട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് സത്യമാവാനും ചാൻസ് ഉണ്ട്. കാരണം ഈ പടത്തിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഈ പ്ലോട്ടിലേക്ക് പ്രകാരം നടക്കാൻ പോകുന്നത്, അതായത് ഫസ്റ്റ് തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് 1 കാട്ടിട്ടുള്ള പോലെ ഒരു മൊത്തം യുദ്ധം തന്നെ നടന്നിട്ടുള്ള മൊത്തം ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂയോർക്ക് സിറ്റി. അവിടെ ഫസ്റ്റ് നമ്മുടെ വൂൾവറിനെയും ഡെഡ്പൂളിനെയും കാണിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയല്ല ഉള്ളത്. അവർ രണ്ടുപേരും ചേർന്നിട്ട് അവർക്ക് ഓപ്പോസിറ്റുള്ള നമ്മുടെ സ്പൈഡർമാനുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സ്പൈഡർമാൻ നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ അല്ല, ടോബി മെഗ്വയർ യൂണിവേഴ്സിലുള്ള പുള്ളിയുടെ വെർഷൻ ഓഫ് സ്പൈഡർമാൻ. അങ്ങനെ നമ്മുടെ ഈ ടോബി മെഗ്വയർ സ്പൈഡർമാനും ഡെഡ്പൂളും വൂൾവറിനും ചേർന്നിട്ട് ആ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു വലിയ ഫൈറ്റിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സിറ്റി മൊത്തം ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ആര്? നമ്മുടെ മഗ്നീറ്റോ തന്നെ. സോ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ലീക്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട പോലെ തന്നെ എക്സ്മെൻ യൂണിവേഴ്സും നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സും കൊളൈഡ് ആവുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ പടത്തിൻ്റെ ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീൻ തന്നെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതായത് മൊത്തം യൂണിവേഴ്സ് തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ടോബി മെഗ്വയർ സ്പൈഡർമാന് ഒറ്റയ്ക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി നമ്മൾ സ്പൈഡർമാൻ നോവേ ഹോമിൽ തന്നെ അവഞ്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ടോബി മേക്കർ അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുള്ളിയുടെ യൂണിവേഴ്സിൽ വേറെ ഹീറോസ് ഒന്നുമില്ല, പുള്ളി ഒറ്റയ്ക്കാണുള്ളത്. അതും നമ്മുടെ ടോബി മെഗ്വയർ എന്തോ ഒരു സെൻറ്റർ പോയിന്റ് നോക്കി ഓടിക്കൊണ്ടിരിക്കുന്ന പോലെയും, ഐ മീൻ ഈ ഇൻക്വേഷനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനത്തിനെ നോക്കി ഓടുന്ന പോലെയും, അങ്ങനെ പുള്ളിനെ അത് അവിടെ എത്താതെ നമ്മുടെ ഡെഡ്പൂളും വൂൾവറിനും തടയുന്ന പോലെയും ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആ സെൻറ്റർ പോയിന്റിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു വലിയ ബോംബാണ്. ആ ബോംബ് ബിൽഡ് ചെയ്തിട്ടുള്ള വേറെ ആരല്ല, നമ്മുടെ എക്സ്പെൻസിൽ തന്നെ ഉള്ള ബീസ്റ്റാണ്. അങ്ങനെ അത് തടുക്കാൻ വേണ്ടിയിട്ടാണ്, ഐ മീൻ അത് പൊട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഇല്ലാതാവുമല്ലോ, അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടോബി മെഗ്വയർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുള്ളി അത് തടയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എക്സ്മെൻ യൂണിവേഴ്സിൽ നമ്മുടെ എക്സ്മെൻ ഹീറോസൊക്കെ ടോബി മെഗ്വയറിനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ എക്സ്മെൻസ് അവിടെ ആ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സിൽ ആ ബോംബൊക്കെ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് തകരാൻ വേണ്ടി ഓണാക്കി വെച്ചിട്ട് അവരുടെ യൂണിവേഴ്സിൽ തിരിച്ചു പോവുകയാണ്. അപ്പം തന്നെ നമ്മുടെ ടോബി മെഗ്വയറും എൻ്റെ യൂണിവേഴ്സ് നശിപ്പിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ച് അവരുടെ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പക്ഷേ നമ്മുടെ വൂൾവറിന് മാത്രം ടോബി മെഗ്വയറിൻ്റെ അടുത്ത് എന്തോ ഒരു സോഫ്റ്റ് കോർണറിന് തോന്നിയിട്ട് പുള്ളിയുടെ ക്ലോസിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ എക്സ്മെൻസും ആ അവരുടെ യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പക്ഷേ നമ്മുടെ വൂൾവറിൻ മാത്രം ടോബി മെഗ്വയർ സ്പൈഡർമാൻ്റെ കൂടെ ആ യൂണിവേഴ്സിൽ നിന്നിട്ട് ആ യൂണിവേഴ്സിലുള്ള ആ ബോംബ് ബ്ലാസ്റ്റ് ആവുന്ന കണ്ണുകൊണ്ട് കാണുകയാണ്. അങ്ങനെ ആ ബോംബ് ബ്ലാസ്റ്റായിട്ട് ടോബി മെഗ്വയറിൻ്റെ ആ യൂണിവേഴ്സ് തന്നെ നശിച്ചു പോവാണ്. ടോബി മെഗ്വയറിൻ്റെ കൂടെ ഓഫ്കോഴ്സ് പുള്ളിയും ആ വൂൾവറിനും മരിക്കുകയാണ്. അങ്ങനെ ഈ നടക്കുന്നതൊക്കെ നമ്മുടെ പ്രൊഫസർ എക്സും ആ എക്സ്മെൻ യൂണിവേഴ്സിലെ പ്രൊഫസർ എക്സും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിയുടെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ സങ്കടം ഉണ്ടെങ്കിലും ആ യൂണിവേഴ്സ് നശിച്ചാലേ അവരുടെ യൂണിവേഴ്സ് രക്ഷപ്പെടും എന്നുള്ളൊരു നിലയിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സിലുള്ള എല്ലാവർക്കും ഇപ്പോൾ യൂണിവേഴ്സുകളൊക്കെ കൊളൈഡായി നശിക്കുന്നത് ഇൻക്വേഷൻ ഇവൻസിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. സോ സ്വന്തം യൂണിവേഴ്സ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള യൂണിവേഴ്സുകളെ ഇല്ലാതാക്കുന്ന ഒരു നിലമയിലേക്ക് അവരെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഒരു പക്ഷേ ദ മാർവൽസിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കണ്ടിട്ടുള്ള മോണിക്ക റാംബോ പോയി കൊടുക്കുന്ന ഒരു എക്സ്മെൻ യൂണിവേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ബീസ്റ്റിനൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു യൂണിവേഴ്സ് ആയിരിക്കണം ഈ എക്സ്മെൻ യൂണിവേഴ്സ് എന്ന് തോന്നുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്ലോട്ട് ഹോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലോട്ട് ഹോൾസ് ഉണ്ട്. കാരണം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ മോണിക്ക റാംബോ 616 പുള്ളിക്കാരത്തിയാണ് ആ യൂണിവേഴ്സിൽ കുടുങ്ങിക്കിടക്കുന്നത്. സോ ആ യൂണിവേഴ്സ് നമ്മുടെ എർത്ത് 616 കൊളൈഡ് ആവുന്നത്. പക്ഷേ എങ്ങനെ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സിലേക്ക് പോയി? സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ആൻസറൊക്കെ അവർ തരുമായിരിക്കും. സോ അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പാസ്റ്റാണ് കാണിക്കുന്നത്. അതായത് പാസ്റ്റിൽ നമ്മൾ എൻ ഗെയിമിൽ ടോണി സ്റ്റാർക്കിൻ്റെ ഫ്യൂണറൽ കണ്ടിട്ടുണ്ടാവും. ആ ഫ്യൂണറലാണ് കാണിക്കുന്നത്. ആ ടൈമിൽ ആ ഫ്യൂണറലിൽ നമ്മുടെ എല്ലാ ഹീറോസും അവിടെ കൂടിയിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആൻമാന് താങ്ക്സ് പറഞ്ഞിട്ട് ആ സ്റ്റോൺസൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കും. ആൻമാന് എന്തിനാണ് താങ്ക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണല്ലോ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ്. പുള്ളി ഇല്ലെങ്കിൽ ഈ ടൈം ട്രാവൽ സംഭവം തന്നെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആ സ്റ്റോൺസൊക്കെ തിരിച്ചു വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പുള്ളി ആ സ്റ്റോൺസൊക്കെ തിരിച്ചു വെക്കുന്നത് ഒരു മോണ്ടാജ് പോലെ കാണിക്കുന്നൊക്കെയാണ് പറയുന്നത്. സോ അവസാന സ്റ്റോണും റിട്ടേൺ ചെയ്തിട്ട് പെഗ്ഗിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയുടെ പ്ലാൻ തന്നെ.
പക്ഷെ അങ്ങനെ ആ പാസ്റ്റിൽ നിൽക്കുമ്പോൾ ആ ടൈം ലൈൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് ആവും. സോ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കിനെ തന്നെ സ്റ്റീവ് റോജേഴ്സ് കാണുകയാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് നമ്മുടെ ലോക്കി സീസൺ 2 ഫിനാലേനേക്കാൾ മുമ്പാണ്. അതായത് നമ്മുടെ ലോക്കി ദ ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ആവുന്നതിന് മുമ്പുള്ള കഥയാണ്. അങ്ങനെ നമ്മുടെ ലോക്കി സ്റ്റീവിനെ മീറ്റ് ചെയ്തിട്ട് ഈ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് പറയാണ്, അതായത് നീ ഇവിടെ അല്ലാതെ വേറൊരു ടൈം ലൈൻ, ഐ മീൻ വേറൊരു യൂണിവേഴ്സിലേക്ക് പോയേക്ക്. അതായത് സ്റ്റീവ് റോജേഴ്സ്, പെഗി ഇങ്ങനെ രണ്ടുപേര് ഇല്ലാത്തൊരു ടൈം ലൈൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലേക്ക് നിന്നെ കൊണ്ടുപോയി വിടാമെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വ്യത്യാസമായിട്ടുള്ള ടൈം ലൈൻ ബ്രാഞ്ചിങ്ങോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവത്തില്ല, പ്രൂണിങ്ങോ ഉണ്ടാവത്തില്ല എന്ന് പറയാണ്. നിനക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മുടെ പെഗ്ഗി, സ്റ്റീവ് റോജേഴ്സ്, പുള്ളിയുടെ മകൻ ഇവിടുന്നാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിൽ പോയതിന് ശേഷമാണ് ജനിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഈ 3 പേരെയും കൊണ്ടുപോയിട്ട് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ പടത്തിൽ കണ്ടിട്ടുള്ള ആ യൂണിവേഴ്സിൽ കൊണ്ടുവിടുന്നത്, ഐ മീൻ ആ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ കൊണ്ടുവിടുന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓൾമോസ്റ്റ് 10 വർഷത്തോളം ഫെൻറ്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോക്കി സ്റ്റീവിൻ്റെ അടുത്ത് ഒരു കാർഡ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവും. ആക്ച്വലി കാർഡ് പോലത്തെ ഒരു സാധനം എന്നാണ് ആ പ്ലോട്ട് ലീക്കറിൻ്റെ ആ സമ്മറിയിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ നമ്മൾ ലോക്കി സീരീസിലെ കണ്ടിട്ടുള്ള ആ ടൈം കാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിലായിരിക്കും നമ്മുടെ ഗലാക്ടസ് ആ ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ നോക്കി. അങ്ങനെ അതൊക്കെ തീർത്ത് നമ്മുടെ സൂനെ ഡൂം മീറ്റ് ചെയ്യുന്ന ആ സീൻ വരുന്നത്. നമ്മുടെ സൂന് ഓൾറെഡി ഡോക്ടർ ഡൂമിനെ അറിയാം. അങ്ങനെ പുള്ളിയുടെ മുഖമൊക്കെ കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിക്കാരത്തി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ ഡൂം പറയുന്നത്, ഇൻകോഷൻ എന്ന് പറയുന്ന ഒരു സാധനം നടക്കാൻ വേണ്ടി പോവാണ്, ഞാനത് തടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ ആ തടുക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമത്തിൽ എൻ്റെ ഫാമിലി തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ മുഖവും പകുതി കരിഞ്ഞു പോയെന്നും പുള്ളി പറയാണ്. സോ ടെക്നിക്കലി നമ്മുടെ ഡൂമിന് ഇൻകേഷൻ ഇവൻസിനെ കുറിച്ചൊക്കെ മനസ്സിലായിരിക്കുകയാണ്. പുള്ളി ഒറ്റയ്ക്ക് അത് തടുക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ പുള്ളി അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ ടൈമിലാണ് പുള്ളിയുടെ ഫാമിലി നഷ്ടപ്പെട്ട് പുള്ളിയുടെ പകുതി മുഖവും പോയി. അങ്ങനെ ഡൂം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്, അതായത് റീഡ് റിച്ചർഡ്സിനെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ പുള്ളിയും പുള്ളിയുടെ മൊത്തം വേൾഡ് തന്നെ സ്കാൻ ചെയ്യാണ്. പക്ഷേ ഇൻകേഷൻ ഇവനെ കുറിച്ചുള്ള ഒരു ട്രേസ് ഒന്നും പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ റീഡ് അങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഇൻകേഷനെ കുറിച്ചുള്ള ഒരു ട്രിഗർ ഒന്നും കാണുന്നില്ല. നീ കള്ളം പറയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ വേറെ യൂണിവേഴ്സിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു അനോമലി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡൂം പറയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഓഫ് കോഴ്സ് ഒരേ ഒരു അനോമലി മാത്രം കാണാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റീവ് റോജേഴ്സ്. അതായത് നമ്മുടെ എർത്ത് 616 നിന്ന് ഈ യൂണിവേഴ്സിലേക്ക് സ്റ്റീവ് റോജേഴ്സ് വന്നതാണ് ഇപ്പോൾ ഇൻകേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന ട്രിഗർ പോയിന്റ് തന്നെ. അങ്ങനെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കണ്ടിട്ട് റീഡ് ആൻഡ് ഡൂം ഈ കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്റ്റീവ് റോജേഴ്സും പറയുന്നത്, ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം ഇത്രയും വലിയൊരു ഇൻക്വേഷൻ തന്നെ നടക്കാൻ വേണ്ടി പോവാണ്, അതിന് നമ്മൾ എങ്ങനെയെങ്കിലും തടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് കാരണം നിങ്ങളുടെ യൂണിവേഴ്സും ഞാൻ വന്നിട്ടുള്ള എർത്ത് 616ഉം കൂട്ടിയിടിക്കാൻ വേണ്ടി പോകാണെന്നുള്ള കാര്യം നമ്മൾ അവരെ ചെന്ന് വാൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂം, സ്റ്റീവ് റോജേഴ്സ്, സ്റ്റോം, തിങ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഷിപ്പിൽ നമ്മുടെ എർത്ത് 616ലേക്ക് വരുന്നത്. അങ്ങനെ ഈ എർത്ത് 616ലേക്ക് എത്തിയ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറും ഡൂമൊക്കെ ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റി, ഐ മീൻ ഒരു ഇൻക്വേഷൻ നടക്കാൻ വേണ്ടി പോവാണെന്നും എല്ലാവരും നശിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെയുള്ള നമ്മുടെ അവഞ്ചേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. അങ്ങനെ ഇതൊക്കെ കൺവിൻസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ വെച്ചിട്ടുമാണ്. സോ ടെക്നിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഡൂമോ, തിങ്ങോ അല്ലെങ്കിൽ റീഡ് റിച്ചർഡ്സോ തന്നെ ഡയറക്റ്റായിട്ട് ആ യൂണിവേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അവഞ്ചേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്ന് തന്നെ വിചാരിച്ചോ? ആരെങ്കിലും വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? ബട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് തന്നെ വന്നിട്ട് കൺവിൻസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ട്രസ്റ്റ്. ഐ മീൻ ക്യാപ്റ്റൻ അമേരിക്ക, സ്റ്റീവ് റോജേഴ്സ്. പക്ഷേ ഈ പൊട്ടൻ സ്റ്റീവ് റോജേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡൂമിനാണ് വിശ്വസിക്കുന്നത്. അത് കാരണം വേറെ ഒന്നല്ല, പുള്ളി നമ്മുടെ RDJ, ഐ മീൻ അയൺമാൻ്റെ മുഖത്തിലാണുള്ളത്. സോ ഇങ്ങനെ ഒരു വലിയ റോളാണ് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സ്റ്റീവ് റോജേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് പുള്ളിക്ക് അതിൽ മേജർ റോൾ ഉള്ളത് തന്നെ. സോ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച കാണാൻ ഇതുവരെ ഒരു ഹീറോ മെറ്റീരിയൽ പോലെ ആയിരിക്കും നമ്മുടെ ഡൂമിനെ കാണിച്ചിട്ടുണ്ടാവുക. ഒരു വില്ലൻ, ഐ മീൻ മെയിനായിട്ട് അതിൽ വില്ലൻ തന്നെ നമ്മുടെ ഡൂമാണ്. പക്ഷേ ഒരു വില്ലനെ പോലെ പുള്ളിനെ കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇനിയാണ് പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ തന്നെ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ 616ലുള്ള അവഞ്ചേഴ്സ് ഇപ്പോൾ നമ്മുടെ ആ എക്സ്മെൻ യൂണിവേഴ്സിലുള്ള ഹീറോസിനെ കണ്ടിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഈ 2 യൂണിവേഴ്സുകളും കൂട്ടിയിടിച്ച് ഇൻക്വേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ മോണിക്ക റാംബോ ഇപ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സിലാണ് പെട്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു അനോമലി ഉള്ളത് കാരണം ഇപ്പോൾ ഒരു ഇൻക്വേഷൻ ക്രിയേറ്റ് ആവാൻ വേണ്ടി പോവാണ്. അതായത് ഇപ്പോൾ 3 യൂണിവേഴ്സ് ഒരുമിച്ച് കൊളൈഡ് ആവാൻ വേണ്ടി പോവാണ്. നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ക്രിയേറ്റ് ചെയ്തൊരു അനോമലി കാരണം ആ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സും എർത്ത് 616ഉം പിന്നെ മോണിക്ക റാംബോ കാരണം ആ എക്സ്മെൻ യൂണിവേഴ്സും എർത്ത് 616ഉം എല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ കൂട്ടി തപ്പടപൊടി ആവാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സ് വന്നപ്പോൾ തന്നെ നമ്മുടെ എക്സ്മെൻസും നിങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സ് നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് പറഞ്ഞതും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. സോ അവർ ചിന്തിക്കുന്നതിലും തെറ്റില്ല. കാരണം ഇവർ ഓൾറെഡി തന്നെ വേറെ യൂണിവേഴ്സുകളിൽ നശിപ്പിച്ചിട്ടുണ്ടാവും ഇവരുടെ യൂണിവേഴ്സ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സോ വേറൊരു യൂണിവേഴ്സിൽ നിന്ന് ഹീറോസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഇവർ ചെയ്ത പോലെ അവരും ഇവരുടെ നശിപ്പിച്ചിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നെന്ന് എനിക്ക് അവർ നമ്മുടെ എക്സ്മെൻസ് വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഈ ഫൈറ്റ് നടക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ ഫൈറ്റ് നടക്കുന്നത്.
പക്ഷേ എങ്ങനെയൊക്കെ അവസാനം നമ്മുടെ അവഞ്ചേഴ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ മഗ്നീറ്റോ ആൻഡ് പ്രൊഫസർ എക്സിനെ കൺവിൻസ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഗോൾ തന്നെ ഈ 3 യൂണിവേഴ്സുകളും അടുത്തടുത്ത് വരാതിരിക്കുന്നതാണ് നമ്മുടെ മെയിൻ ഗോൾ തന്നെ ഇപ്പോൾ റീഡിൻ്റെ ടെക്നോളജി ആണെന്ന് പറയാണ്. അതായത് ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ തന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റീഡ് റിച്ചർഡ്സ് ഓൾറെഡി തന്നെ ആ ടെക്നോളജി ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മൊത്തം പ്ലാനറ്റിനെ തന്നെ വേറൊരു സോളാർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ പുള്ളി ഒരു ടെക്നോളജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ആ ടെക്നോളജി കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഈ യൂണിവേഴ്സുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റീഡ് ആൻഡ് ഡൂം ഒരുമിച്ച് ചേർന്നിട്ട് ഒരുപാട് കാനൻസ് പോലത്തെ എന്തൊക്കെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഡൂം ഒരു നല്ലവനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് നമ്മുടെ തോറിനെ മീറ്റ് ചെയ്തിട്ട് സ്റ്റീവ് പറയുന്നത്, ലോക്കി എൻ്റെ അടുത്തൊരു കാർഡ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിനെ പോയി മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോറിൻ്റെ അടുത്ത് ആ കാർഡ് കൊടുക്കുന്നത്. അങ്ങനെ അനിയൻ അവസാനമെങ്കിലും ഒന്ന് ചാവായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് യൂസ് ചെയ്തിട്ട് പോവാണ്. അങ്ങനെ ഇവർ ഡയറക്റ്റ് അത് ഓപ്പൺ ചെയ്ത് കയറുന്നത് നമ്മുടെ ടി വിയിലേക്കാണ്. അങ്ങനെ ഇവരവിടെ ഉള്ളിൽ കയറിയതും കാണുന്ന തന്നെ ആ ടി വിയുടെ ഉള്ളിലുള്ള എല്ലാവരും കഴുത്തറത്ത് ചത്ത് കിടക്കുകയാണ്. അങ്ങനെ അവരൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൂരത്തിൽ ആ മൾട്ടിവേഴ്സൽ ട്രീ ഉണ്ട്. ആ ട്രീയുടെ നടുക്ക് നമ്മുടെ ലോക്കി മരിച്ചു കിടക്കുകയാണ്. നമ്മുടെ ലോക്കിയുടെ ഹൃദയം ആരോ പറിച്ചെടുത്തിരിക്കുകയാണ്. ബ്രൂട്ടലായിട്ട് ലോക്കി അവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് നടക്കുന്നതെന്നൊക്കെ അവരവിടെ തേടി നോക്കുമ്പോഴാണ് എല്ലാവരുടെ സ്ക്രീനിലും ഡൂമിൻ്റെ ഫേസ് ഫ്ലാഷ് ആവുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ സ്റ്റീവ് റോജേഴ്സിനും തോറിനും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സും ഡയറക്റ്റ് ഡൂമിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നീ എന്താണ് തെണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പുള്ളി ഇനി എന്തിനാണ് ടി വിയെ നശിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഡൂം പുള്ളിയുടെ പ്ലാൻ തന്നെ പറയുന്നത്. അങ്ങനെ ഡൂം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലി മരിച്ചുപോയി, എൻ്റെ ഫാമിലി മരിക്കാൻ മെയിൻ കാരണം തന്നെ നീയാണ്, നീ വന്നത് കാരണമാണ് ഇൻക്വഷൻ ട്രിഗർ ആയത്, അത് തടുക്കാൻ പോയിട്ടാണ് എനിക്ക് എൻ്റെ മുഖവും എൻ്റെ ഫാമിലി എല്ലാം നഷ്ടപ്പെട്ടത്. ആ എനിക്കുണ്ടായ വേദന നീ എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് നീയും അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പുള്ളിയുടെ കുഞ്ഞിനെ തട്ടിക്കളയും. അങ്ങനെ പുള്ളി വീണ്ടും പറയാണ്, എനിക്കെൻ്റെ ഇല്ലാതായ കുടുംബത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ഈ യൂണിവേഴ്സുകളൊക്കെ കൊളൈഡ് ആവുന്ന ആ ടൈമിൽ എനിക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ സോഴ്സ് കിട്ടും. ലോക്കിനെ കൊന്നിട്ട് അവൻ്റെ നോളജ് ആൻഡ് പവേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള പോലെ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പുള്ളി ക്രിയേറ്റ് ചെയ്തല്ലോ നമ്മുടെ റീഡ് റിച്ചേഴ്സിനും ചേർന്നിട്ട് കുറേ കാനൻസ്. അത് ഈ വേൾഡുകളെയൊക്കെ പിരിക്കാനല്ല പോകുന്നത്, അത് ഈ മൊത്തം മൾട്ടിവേഴ്സുകളെയും മെർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമ്മളെ റീഡിന് പോലും അറിയാതെ പുള്ളി അതിലെന്തോ കിരിപ്പത്തിരൊക്കെ ചെയ്തിട്ട് ഈ മൊത്തം യൂണിവേഴ്സുകളിനെ തന്നെ വീണ്ടും മെർജ് ചെയ്തിട്ട് ഒന്നാക്കി ഒരു യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഞാൻ ആ യൂണിവേഴ്സിൻ്റെ രാജാവായിരിക്കുന്നു പറഞ്ഞിട്ട് പുള്ളി ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറയാണ്. അതായത് നമ്മുടെ ഡൂമിൻ്റെ പ്ലാന് ഈ ഇൻകേഷൻസ് ഒന്നും തടുക്കുന്നതല്ല, എത്രത്തോളം പെട്ടെന്ന് ഈ ഇൻകേഷൻസ് നടത്തിയിട്ട് ആ നടത്തിയ ഭാഗങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ ചേർത്ത് പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സിന് കാര്യങ്ങളൊക്കെ മനസ്സിലായതും ഡൂമായിട്ട് ഫൈറ്റിന് ഇറങ്ങാണ്. അങ്ങനെ പുള്ളിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോറ് ഗോഡിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വാൽഹാലയിലെ ടീമിനെ ആ മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയൊക്കെ വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ലാറ്റ്വേരിയയ്ക്ക് ചുറ്റും മൾട്ടിവേഴ്സൽ ലെവലുള്ള ഒരു ആർമി തന്നെ നമ്മുടെ ഡൂമിനെതിരെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡൂം ആരാ മോൻ, പുള്ളി ഇതൊക്കെ ഓൾറെഡി മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് ആവശ്യമുള്ള ഡൂം ബോട്ട് ആർമീനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഡൂം ബോട്ട് ആർമിയിൽ നമ്മുടെ മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സിൻ്റെ പവേഴ്സ് ഉള്ള പോലെയും പറഞ്ഞിരിക്കുകയാണ്. അതായത് ദ വാരിയൻസ് ഓഫ് ഡൂം, അതായത് ഇപ്പോൾ പല യൂണിവേഴ്സിലും നമ്മൾ ഡൂം തന്നെ തോറായിരിക്കും, ഡൂം തന്നെ അയൺമാൻ ആയിരിക്കും, അങ്ങനെ പല വാരിയൻസിൻ്റെ പവേഴ്സ് ഉള്ള പോലെ ഡൂം ബോട്ട്സ്. അങ്ങനെ ഈ യുദ്ധം കൊണ്ടൊന്നും പക്ഷേ ആ യൂണിവേഴ്സുകൾ കൂട്ടിയിടിക്കുന്നത് തടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ മൊത്തം യൂണിവേഴ്സുകളും കൂട്ടിയിടിച്ച് എല്ലാം തകരുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ഹീറോസും എല്ലാവരും മരിക്കുകയാണ്. എക്സ്മാൻ, അവഞ്ചേഴ്സ്, ഫാന്റാസ്റ്റിക് ഫോർ എല്ലാവരും മരിക്കുകയാണ്. നമ്മുടെ ഡൂം മാത്രമാണ് ദ വൺ ആൻഡ് ഓൺലി സർവൈവർ. അങ്ങനെ ഡൂമും പറഞ്ഞ പോലെ തന്നെ പുള്ളി ആ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ പുള്ളിയുടേതായിട്ടുള്ള പുള്ളിക്ക് ആവശ്യമുള്ള പോലെ ഒരു വേൾഡ്, ഒരു ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ബാറ്റിൽ വേൾഡിൽ നമ്മളെ മരിച്ചുപോയ ഹീറോസൊക്കെ വീണ്ടും ജനിച്ച് വരുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മെമ്മറീസൊക്കെ ഓൾറെഡി ഇറേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജനിച്ചത് തന്നെ എവിടെയാണ്, നിങ്ങൾ മരിക്കാൻ പോകുന്നത് എവിടെയാണ്, നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഡൂമിൻ്റെ അടിമയായിട്ടാണെന്നുള്ള രീതിക്കാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ ഏത് യൂണിവേഴ്സിലാണ്, എന്തായിരുന്നു, അവർ ശരിക്കും ഹീറോസ് ആണെന്ന് പോലും അറിയാത്തുള്ള ഒരു കോമൺ പീപ്പിളിനെ പോലെയാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ വേൾഡിൽ ഒരു ഗോഡ് എംപറർ ഡൂമിലായിട്ട് നടുക്കൊരു ചേരക്കറിട്ട് നമ്മുടെ ഡൂം വന്നിരിക്കുകയാണ്. സോ അവിടെ ഈ പടവും എൻഡാവുകയാണ്. ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്ലോട്ട് ലിക്സ്. ആക്ച്വലി ഇങ്ങനെയാണ് ഈ പടം എൻഡാവാൻ വേണ്ടി പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷമുള്ളതാണ് നമ്മുടെ ബാറ്റിൽ വേൾഡ്. ഈ ബാറ്റിൽ വേൾഡിനെ വെച്ചിട്ട് ഒരു ബാറ്റിൽ വേൾഡ് സാഗ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സാഗ തന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അത്രയ്ക്കുണ്ട് ഈ സ്റ്റോറി. ഇപ്പം നമ്മുടെ ഹീറോസിനൊന്നും ഏതാണെന്നൊന്നും അറിയാതെ ഇതിന് ശേഷമാണ് നമ്മുടെ സീക്രട്ട് വാർസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ഇവർക്ക് ഓർമ്മ വരും എന്താവുന്നൊക്കെ ദൈവത്തിനറിയാം. സോ
ഈ പ്ലോട്ട് ലീക്കിൽ തന്നെ ഒരുപാട് പ്ലോട്ട് ഹോൾ ഉണ്ട്. ഈ പടത്തിൽ ഇങ്ങനെ തന്നെയാണോ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.